അനന്യ, അനന്യ, എന്തു പറ്റി? നിനക്ക് സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ടിരിക്കുന്നു. ചെറിയൊരു തലവേദന മാത്രമേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മരുന്നിട്ടതേ ഉള്ളൂ. സത്യമാണോ പറയുന്നത്? മരുന്ന് കഴിച്ചോ? ഇല്ലെങ്കിൽ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോ നല്ല കുറവുണ്ട്. എങ്കിൽ ശരി, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വാ. നിനക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാ. പെട്ടെന്ന് വാ. ദൈവമേ, എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? എണീറ്റിരിക്കാൻ പോലും ആകുന്നില്ല. ചെറിയമ്മേ, എനിക്ക് എന്താ സംഭവിക്കുന്നത്? എന്താ ഇതൊക്കെ? അനന്യ, അന്യായം സംഭവിച്ചിരിക്കുന്നു. ആ ദുഷ്ടനായ മന്ത്രവാദി അവന്റെ ദുഷ്ടശക്തി നിന്റെ മേൽ പ്രയോഗിച്ചിരിക്കുകയാണ്. അവന്റെ മായാവലയത്തിന്റെ ശക്തി കൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിക്കുന്നത്. നീ നാഗരൂപം കൈക്കൊള്ളുന്നത് അവൻ തടഞ്ഞിരിക്കുകയാണ്. എന്ത്? സ്വയരൂപത്തിലേക്ക് മാറാൻ പറ്റില്ലെന്നോ? എന്നുവെച്ചാൽ ഞാൻ മരിച്ചു പോകുന്നാണോ ചെറിയമ്മേ? നാഗരൂപത്തിലേക്ക് എനിക്ക് മാറിയേ പറ്റൂ, അല്ലെങ്കിൽ നാഗമാണിക്യം കണ്ടുപിടിക്കാനാവില്ല, എന്റെ അമ്മയെ രക്ഷിക്കാനും ആവില്ല. എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ. പക്ഷെ ആ ദുഷ്ടമന്ത്രവാദിയുടെ മായാവലയം വളരെ ശക്തിയേറിയതാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുന്നത് അത്ര എളുപ്പമല്ല അനന്യ. സ്വാമി, ആ നാഗകന്യക ഇന്ന് മരണപ്പെടുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അവൾ മരണപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയില്ല. ജയ് മഹാകാല! രുദ്ര, നീ വിഷമിക്കാതിരിക്കോ. ആ നാഗകന്യക മരിച്ചിരിക്കും, തീർച്ചയായും മരിച്ചിരിക്കും. എന്റെ ആ മന്ത്രമായ വലയം അവളെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കും. രുദ്ര, നാഗകന്യകയുടെ മരണത്തിനായി ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ഇനി നീ വെറും 12 മണിക്കൂർ കാത്തിരുന്നാൽ മതി. തീർച്ചയായും ആ നാഗകന്യക മരണപ്പെടും. അവളുടെ മരണമല്ല പ്രധാനം രുദ്ര, അവൾ മരണഭയം കൊണ്ട് എന്റെ അടുത്തേക്ക് വരണം. എന്നെ കൊണ്ട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് നാഗമാണിക്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നേ മതിയാകൂ രുദ്ര. എനിക്കിനി ക്ഷമിക്കാൻ കഴിയില്ല സ്വാമി. ഇത്രയും വർഷം അതിനുവേണ്ടി കാത്തിരുന്നതിനെ ഞാൻ മടുത്തിരിക്കുകയാണ്. 10 വർഷമായിട്ട് ആ നാഗകന്യക ഏത് രൂപത്തിൽ വന്നെന്നെ കൊല്ലുമെന്ന് ഭയന്ന് അങ്ങ് തന്ന രക്ഷയും കെട്ടി ഞാൻ ജീവിച്ച് തീർക്കുകയാണ്. ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല സ്വാമി. ക്ഷമയുള്ളവന് മാത്രമേ ഭൂമി ഭരിക്കാനാകൂ. ഇനി കുറച്ചു നേരം കൂടി നീ ഒന്ന് ക്ഷമിക്കൂ രുദ്ര. അത് കഴിഞ്ഞ് ആ നാഗകന്യകയെ കണ്ടെത്തി അതിനെ നമ്മുടെ അടിമയാക്കി നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാം. ശരി സ്വാമി, ഞാൻ കാത്തിരിക്കാം. അങ്ങ് പറയുന്ന പോലെ കാത്തിരിക്കാം. വെറും 12 മണിക്കൂർ കൂടിയല്ലേ ഉള്ളൂ.
ശരി സ്വാമി. ഇത്രയും വർഷം കാത്തിരുന്ന എനിക്ക് ഈ സമയം ഒരു പ്രശ്നമേ അല്ല. ആ നാഗകന്യക പരാജയപ്പെട്ട അങ്ങയുടെ മുന്നിൽ കീഴടങ്ങിയെന്ന വാർത്ത കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കൂ. അതെ സ്വാമി, ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കൂ. എന്താ ചെറിയമ്മേ, ഞാൻ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അനന്യ, ഇതാ മന്ത്രവാദി ചെയ്തതാണ്. അവന്റെ മായാവലയം നീ മറികടന്നു. അവന്റെ മന്ത്രശക്തി നിന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് നാഗരൂപത്തിലേക്ക് മാറാൻ കഴിയാത്തത്. ഇനി നീ ദിവസവും 2 നേരം നാഗരൂപത്തിലേക്ക് മാറിയില്ലെങ്കിൽ നീ മരണപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും ചെറിയമ്മേ? എനിക്ക് നാഗരൂപം എടുത്തേ മതിയാവൂ. എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്റെ അച്ഛനെ കൊന്ന എല്ലാവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. എനിക്ക് എന്റെ അമ്മയ്ക്ക് ജീവൻ തിരികെ നൽകിയേ മതിയാകൂ. പറയൂ ചെറിയമ്മേ, എനിക്ക് ആ മാന്ത്രികന്റെ മന്ത്രശക്തിയിൽ നിന്നും പുറത്തു വരാൻ ഒരു വഴി കാണിച്ചു തരൂ. അതിനൊരു പരിഹാരം കാണൂ. അതിനുള്ള പരിഹാരം നാഗലോകത്തുള്ള നാഗദന്തിയുടെ വേര് മാത്രമാണ് അനന്യ. അത് കൊണ്ടുവന്ന് നിന്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ മാത്രമേ നിനക്ക് ഭേദമാകുകയുള്ളൂ. പക്ഷേ അതിനുള്ള സമയമില്ലല്ലോ. അതിന് മറ്റൊരു മാർഗമുണ്ട് അനന്യ. ആ നാഗവേര് ഋഷികളുടെ കൈവശമുണ്ടാകും. പക്ഷേ അവരെ നീ എങ്ങനെ തേടി കണ്ടെത്തും? നിന്നോട് മറ്റൊരു കാര്യവും പറയാനുണ്ട്. ആ നാഗവേര് മന്ത്രവാദി ഭൈരവന്റെ കയ്യിലുമുണ്ട്. എന്താ, ആ ദുഷ്ട മന്ത്രവാദിയുടെ കയ്യിലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോകാം. നീ പോയാൽ അവൻ നിന്നെ ബന്ധനസ്ഥയാക്കും അനന്യ. അത് വേണ്ട. നിന്നെ ബന്ധനസ്ഥയാക്കി നാഗമാണിക്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയമ്മേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആ നാഗവേര് വേണം. നാഗമാണിക്യം കണ്ടെത്താനും അമ്മയ്ക്ക് ജീവൻ നൽകാനും ഞാൻ ജീവനോടെ ഉണ്ടാവണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പറയൂ. ദൈവം നമ്മളോടൊപ്പം ഉണ്ട് അനന്യ. അദ്ദേഹം നമുക്കുള്ള വഴി കാട്ടിത്തരും. ദൈവമേ, അങ്ങ് എന്തിനാണ് അനന്യെ ഇത്രയും ശിക്ഷിക്കുന്നത്? അവളെ ഇതിൽ നിന്നും രക്ഷിക്കൂ. മനുഷ്യരൂപത്തിൽ നിന്ന് ദിനവും 2 നേരം നാഗരൂപത്തിലേക്ക് മാറാൻ കഴിയാതെ അവൾ കഷ്ടപ്പെടുകയാണ്. ഓം നമഃ ശിവായ. അവൾ മരണപ്പെട്ടാൽ ശത്രുക്കൾ ജയിച്ചതുപോലെയാണ്. അന്യായത്തെ ഇല്ലാതാക്കി ന്യായത്തെ സംരക്ഷിക്കൂ. രക്ഷിക്കണമേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അവളെ രക്ഷിക്കണം. അങ്ങ് അവളെ കൈവിട്ടാൽ അവൾക്ക് പിന്നെ ആരുമില്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ അങ്ങ് വരണം. അങ്ങ് വന്ന് അവളെ രക്ഷിക്കണം. അങ്ങ് എന്താ കണ്ണടച്ചിരിക്കുന്നേ? ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നതും വിഷമിക്കുന്നതും അങ്ങ് കാണുന്നില്ലേ? എന്റെ ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കണം. കണ്ണു തുറക്കൂ. പ്രത്യക്ഷപ്പെടൂ മഹാദേവ, പ്രത്യക്ഷപ്പെടൂ. കണ്ണു തുറക്കൂ മഹാദേവ.
മല്ലി, നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. പക്ഷേ അനന്യ നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാം. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്ന ചേട്ടാ. പക്ഷേ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ചേട്ടാ ചേട്ടാ, അങ്ങോട്ട് നോക്കിക്കേ, ഏതോ സ്വാമി ഇരിക്കുന്ന കണ്ടോ? ചേച്ചിയുടെ കാര്യം ചോദിച്ചു നോക്കിയാലോ? ശരി മല്ലി, വന്നേ. നമസ്കാരം സ്വാമി. അങ്ങേ കാണുമ്പോ എനിക്ക് തോന്നുന്നത് വലിയ ജ്ഞാനിയാണെന്നാ. ഞാനിവിടെ അനന്യ എന്നൊരു പെൺകുട്ടി തേടി വന്നതാ. അവൾ എവിടെയാണെന്നൊന്ന് പറയാമോ? സ്വാമി, ഞങ്ങളുടെ അനന്യ ചേച്ചി ഈ നാട്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ അങ്ങേ കാണാൻ വന്നത്. അവര് ഈ നാട്ടിലെ ഏത് വീട്ടിലാണെന്ന് പറയാൻ പറ്റോ? മല്ലി, സ്വാമി ഒന്നും സംസാരിക്കില്ലെന്ന് തോന്നുന്നു. നമ്മളിനി എന്തു ചെയ്യും? അനന്യ എങ്ങനെ കണ്ടുപിടിക്കും? മല്ലി, ഈ ഭാണ്ഡത്തിൽ തൊടുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുക. ചേട്ടാ, അതിലെന്താ ഉള്ളതെന്ന് ഒന്ന് നോക്കിയേ. സ്വാമി ഉപയോഗിക്കുന്ന തുണിയാ ഇത്. അങ്ങനെയാണോ? ഞാൻ കരുതി എന്തെങ്കിലും കഴിക്കാനുള്ളതായിരിക്കുമെന്ന്. മല്ലി, നിനക്ക് എപ്പോഴും കഴിക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനിവിടെ അനന്യ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ആധിയില്ല. മല്ലി, ഒരു ഐഡിയ. എന്താ? ഞാൻ ദാ വരുന്നു. സ്വാമി, അങ്ങൊരു വലിയ സഹായം ചെയ്തേ. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ തരാം. ദേവി എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? പ്ലീസ്. മല്ലി, വാ പോം. എങ്ങനെയുണ്ട് എന്റെ ഈ ഗെറ്റപ്പ്? സൂപ്പർ. എന്നാ പോയാലോ? വരുന്നുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്. ശിവനെ സ്തുതിക്കാനായി വരുന്നുണ്ട്. ഗുരുവേ, ഗുരുവേ,
അങ്ങയുടെ ഭാണ്ഡം കാണുന്നില്ല, ആരോ എടുത്തിട്ട് പോയെന്ന് തോന്നുന്നു. എന്താ ഗുരുവേ, ആ ഭാണ്ഡം കാണാത്ത വിഷമത്തിൽ ഞാനിരിക്കുമ്പോൾ അങ്ങ് ഇങ്ങനെ ചിരിക്കുകയാണോ? ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും നിത്യാനന്ദ? ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? ഒന്നുമില്ല. എല്ലാം മഹാദേവന്റെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. അതല്ല ഗുരുവേ, അങ്ങ് മഴയും വെയിലും മഞ്ഞും കൊണ്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്ത് നേടിയ ആ നാഗവേര് ആ ഭാണ്ഡത്തിനകത്താണുള്ളത്. അത് കള്ളന്മാരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അതൊരു സാധാരണ കമ്പാണെന്ന് കരുതി വലിച്ചെറിഞ്ഞാൽ അതിന്റെ ശക്തിയെ അങ്ങയുടെ ശ്രമങ്ങളെല്ലാം വെറുതെ ആകുമല്ലോ. നീ വിഷമിക്കേണ്ട നിത്യാനന്ദ. ആ നാഗവേര് നമുക്ക് തന്നത് മഹാദേവനാണ്. ഇപ്പോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതും മഹാദേവനാണ്. അത് ഇവിടെ നിന്ന് പോയി ആരുടെ കൈകളിലാണോ എത്തേണ്ടത് അവിടെ തന്നെ എത്തിയിരിക്കും. അതുകൊണ്ട് ആർക്കാണോ നന്മയുണ്ടാകേണ്ടത് അതുതന്നെ സംഭവിച്ചിരിക്കും. അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗുരുവേ. അത് വേറെ ആരുടെ അടുത്താണ് പോകുക? അതുകൊണ്ട് ആർക്കാ നന്മ ഉണ്ടാകുക? എല്ലാം മഹാദേവന്റെ ഇഷ്ടം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവഗംഗേ ശിവഗംഗേ ശിലാഗംഗേ ശ്യാമസാന്ധ്യഗംഗേ. സ്വാമിജി, അങ്ങ് കുറെ നേരമായി ഈ ചെടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങ് എന്താണ് ഇതിൽ കാണുന്നത്? ആ നാഗകന്യകയുടെ കാര്യം എന്തായി? ദയവായി അവൾ മരിച്ചോ ഇല്ലയോ എന്ന് പറയൂ. ജയ് മഹാകാല. അവളിപ്പോൾ മരണക്കിടക്കയിലാണുള്ളത്. വെള്ളമില്ലാതെ ചെടി എങ്ങനെ വാടുന്നുവോ അതുപോലെ ഓരോ നിമിഷം കഴിയും തോറും അവൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ജീവൻ ഇപ്പോൾ ജലമാവിയാകുന്നത് പോലെ നഷ്ടപ്പെടുകയാണ്. സ്വാമി എന്തായി പറയുന്നത്? ആ നാഗകന്യക മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ രുദ്ര, നോക്ക്, ആ ചെടിയുടെ ഇലകൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴുന്നത് നീ കാണുന്നില്ലേ? എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? രക്ഷിക്കണേ ദൈവമേ, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണേ. രുദ്ര, ഇനി ഈ ഭൈരവന്റെ ബന്ധനത്തിൽ നിന്നും ആ നാഗകന്യകയ്ക്കൊരു മോചനമില്ല. ഇവിടെ ഈ ചെടി പൂർണ്ണമായും കരിഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ ജീവൻ ഈ ഭൂമി വിട്ടു പോയിരിക്കും. അതായത് എന്റെ ശത്രു ഇന്ന് മരണപ്പെടുമെന്നർത്ഥം. നാഗകന്യകെ, നിന്റെ മരണമാണ് ഇന്ന്, നിന്റെ മരണമാണ്. എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് പോയി എനിക്ക് മനസ്സമാധാനം തരും. ലഭിക്കും രുദ്ര, നിനക്ക് തീർച്ചയായും മനസ്സമാധാനം ലഭിച്ചിരിക്കും. അല്ലെങ്കിൽ തന്നെ ആ നാഗകന്യക അവളുടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
സ്വാമി ഒരേലയും കൂടെ കരിഞ്ഞിരിക്കുന്നു. ജയ് മഹാകാല നാഗകന്യകേ. ഹലോ റോമിയോ, എന്താ നിന്നത്? അനന്യ ചേച്ചി അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം മല്ലി, പക്ഷെ എവിടുന്ന് തുടങ്ങുന്നേ? എങ്ങനെയോ സ്വാമിയുടെ വേഷം കിട്ടി, പക്ഷെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയ്യോ ദൈവമേ, ഇങ്ങനെ ഒരു തിരുമണ്ടന്റെ കൂടെയാണല്ലോ ഞാൻ വന്നത്. അല്ല, ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, എന്നാൽ ഒരു അല്പം പോലും ബുദ്ധിയില്ലല്ലോ. മല്ലി, നീ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാം. നിന്നെക്കാളും വയസ്സിന് ഒരുപാട് മുതിർന്ന ആളോടും നീ ഇങ്ങനെയാണോ മല്ലി സംസാരിക്കുന്നത്? പിന്നെ വേറെ എങ്ങനെ സംസാരിക്കാനാ? ഇവിടെ ഇപ്പൊ ഞാനാ ഗുരു, നിങ്ങൾ ശിഷ്യനും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അനന്യ ചേച്ചിയെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യൂ. ഇല്ലെങ്കിൽ ചേട്ടന്റെ ഇഷ്ടം, ഞാൻ പോകുന്നു. എന്റെ പൊന്നു മോളെ, എന്നെ ചതിക്കല്ലേടി നീ. ഈ വേഷം ഇട്ടോണ്ട് വീട് വീടാന്തരം കേറി ഇറങ്ങി അനന്യ ഇവിടെ ഉണ്ടോന്ന് എങ്ങനെയാ ചോദിക്കുന്നേ? നീ ഒരു ഐഡിയ പറയേ. അങ്ങനെ വഴിക്ക് വാ. അല്ല, ചേട്ടന് ഭിക്ഷ എടുക്കാൻ അറിയോ? ഏയ്, നീ എന്താടി എന്നെ ഭിക്ഷക്കാരനാക്കാ? എനിക്കതൊന്നും അറിയില്ല. അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അനന്യ, അനന്യ, എന്തു പറ്റി മോളെ? എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നേ? എന്താന്നറിയില്ല, നല്ല ക്ഷീണമുണ്ട്, കൈയും കാലും ഒക്കെ വേദനിക്കുന്നു. സാരമില്ല, ശരിയാവും. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കാരണം ചേട്ടന് ഇപ്പൊ ഭിക്ഷ എടുത്തേ പറ്റൂ. എന്താന്ന്? ഞാൻ ഭിക്ഷ എടുക്കണോന്നോ? നോ ചാൻസ്. അങ്ങനെയെങ്കിൽ ശരി, അനന്യ ചേച്ചി മറന്നേക്ക്. എന്താ? അനന്യ ഞാൻ മറക്കണോന്നോ? അതൊന്നും പറ്റില്ല. ഇപ്പൊ ചേട്ടാ ഓരോ വീട്ടിലും പോയി ഭിക്ഷ യാചിക്കുന്ന പോലെ അഭിനയിക്കണം. എന്നാലേ അനന്യ ചേച്ചി എവിടെയാണെന്ന് അറിയാൻ പറ്റൂ. അതിനു പകരം ഡയറക്റ്റ് ആയിട്ട് പോയി ഈ വീട്ടിൽ അനന്യ ഉണ്ടോന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ലേ? ചെന്ന് ചോദിക്ക്. അനന്യ ചേച്ചി വീട്ടിലുണ്ടെന്ന് ആരും പറയില്ല. പകരം നല്ല അടിയും തന്ന് പറഞ്ഞു വിടും. മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടോ. ശരി ശരി, പറയേ. എന്റെ അനന്യക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്തോളാം. അങ്ങനെ വഴിക്ക് വാ, ഗുഡ് ബോയ്. അപ്പൊ നമുക്ക് പോവാം. മല്ലി, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതോ, ഞാൻ സിനിമയും സീരിയലൊക്കെ കണ്ട് പഠിച്ചതാ. ഒരു കണക്കിന് അതും നമ്മുടെ ടീച്ചറൊക്കെ തന്നെയാ. എന്താ ചേട്ടാ, സിനിമയും സീരിയലൊന്നും കാണാറില്ലേ? ഞാൻ കാണാറൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രത്തോളം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും കൊള്ളാം, നീ എന്നെ ഒരു ഭിക്ഷക്കാരനാക്കി മാറ്റിയല്ലേ? പിന്നെ സ്നേഹിക്കുന്നത് ഈസിയാണെന്ന് വിചാരിച്ചോ? ഇതും ഒരു കണക്കിന് സ്നേഹഭിക്ഷയാണല്ലോ. ചേട്ടന്റെ സ്നേഹം വിജയിക്കണമെങ്കിൽ ഭിക്ഷ എടുക്കാൻ ശീലിക്കേണ്ടി വരും. വാ, പോകുന്ന വഴിക്ക് ഭിക്ഷ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എന്റെ മഹാദേവ, ഇനി അനന്യക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുമോ എന്തോ. ഇത് ഞാനങ്ങ് ചെയ്തേക്കാം. ശംഭോ ശങ്കര, ഹര 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 മഹാദേവ.